രമാദേവിയെ അനുസരിച്ച് നിന്നാ മതി. മക്കളും എന്റെ ഔദാര്യം പറ്റുന്ന വേലക്കാരികളുമൊക്കെ. പിന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ മോനങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. നിങ്ങളെന്തിനാ ആ ചിന്നുവിന് വേണ്ടി പ്രിൻസിപ്പലിനെ വിളിച്ചത്? നീ ഒരു പിടിയാനെ പോലെ തലയുയർത്തി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചോദിക്കാനാണെന്ന്. അളിയൻ കാണിച്ച ഒരു തരത്തിൽ ചെറ്റതരവാ, പറയാതിരിക്കാൻ വയ്യ. ഭദ്ര, ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടമനുസരിച്ചാ. പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത അളിയൻ എന്നെ ഉപദേശിക്കാൻ തക്ക വിധത്തിൽ വളരുമ്പോ ഞാനത് അറിയിക്കാം. അന്ന് മതി അളിയന്റെ ഉപദേശം. അല്ലെങ്കിലേ എന്റെ ചെലവിൽ ഒരു വീൽ ചെയർ ഓർഡർ ചെയ്ത് വെച്ചിട്ട് വേണം എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ. മനസ്സിലായോ? ഇനി നിന്നെ പോലൊരു ചെറ്റയ്ക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പറയാം. ആവശ്യമില്ലാതെ എന്റെ നേർക്ക് നിന്റെ ഈ നാവ് ഉയർന്നാലുണ്ടല്ലോ, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായോടാ? ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് കാര്യം മനസ്സിലാവൂലേ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ ഭദ്രമാമ? എല്ലാം ഡബിൾ ഓക്കെ. ഓ, ആ ഇനി എന്റെ ഭാര്യ കേൾക്കാനാ ഞാൻ പറയുന്നേ. ചിന്നുവിന് അഡ്മിഷൻ കിട്ടി. അവളുടെ ഗാർഡിയനായിട്ട് ചന്ദ്രലേഖ വിട്ടത് ഞാനാ. ആ എനിക്കൊന്ന് കുളിക്കണം. കൊച്ചനെ, നിന്റെ അച്ഛൻ? അതെ, ഇതാണ് എന്റെ അച്ഛൻ. വന്നു വന്നേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേലക്കാരികളാ. അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ചന്ദ്രലേഖ ഇപ്പൊ പുറത്തിറങ്ങി തുടങ്ങി. ഇനി ഈ രമാനിലയത്തിൽ നിന്നും രമാദേവിയെ പുറത്താക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. ചന്ദ്രലേഖ തമ്പുരാട്ടി ആയിരിക്കും ഇനി മുതൽ ഇവിടുത്തെ കിരീടവും ചെങ്കോലും പിടിക്കാൻ പോകുന്നേ. രമാദേവി ഔട്ട്, ചന്ദ്രലേഖ ഇൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എരുതിയിൽ എണ്ണയൊഴിച്ചോണ്ടിരിക്കണം. എന്നാലേ ആളി കത്തു. എവിടെയായിരുന്നു? ഞാൻ ചിന്നുവിന്റെ കോളേജ് വരെ. ആ കൊള്ളാം. ചിന്നുവിന്റെ കോളേജ് വരെ പോയത്രേ. നീയും അവിടെ ഒരു അഡ്മിഷൻ തരപ്പെടുത്താത്ത എന്താ? കണ്ണും കൈയും കാണിച്ച് അഡ്മിഷൻ തരപ്പെടുത്തിയെടുക്കാൻ നീ മിടുക്കിയാണല്ലോ. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ നിൽക്കുക നീയല്ലേ? ആ ഒരു കാര്യം ചെയ്, ഇനി നാളെ മുതല് നീയൊക്കെ രാവിലെ അങ്ങ് ചുറ്റാൻ ഇറങ്ങിക്കോ. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും അത്താഴവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാം. എപ്പോഴാണെന്ന് വച്ചാ തമ്പുരാട്ടികൾ വന്ന മാമൂണ് തരാം. അമ്മേ. ഓ വക്കീല് വന്നല്ലോ നിനക്ക് വക്കാലത്ത് പിടിക്കാൻ. ചിന്നുവിന്റെ ഗാർഡിയനായി ആരെങ്കിലും പോണോന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് ഗാർഡിയനായി. അവളുടെ തന്തയും തള്ളയും ചത്തിട്ടൊന്നും ഇല്ലല്ലോ. തന്ത ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ജയിൽവാസം അനുഭവിക്കുകയാണെന്നും കോളേജുകാരറിഞ്ഞാൽ നാണക്കേടാണല്ലോ. ആ സീത എന്താ അവളുടെ സ്റ്റാറ്റസിന് ചേരുന്നില്ലേ? അമ്മേ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥം. ഞാനിവിടെ അടുക്കളപ്പണിക്ക് ആളിനെ നിർത്തിയിരിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സമയത്തിനും നേരത്തിനും ഭക്ഷണം കഴിക്കാനാ. അല്ലാതെ
കോളേജിൽ നിറങ്ങാനല്ല. അതിന് പറ്റാത്തവർക്ക് ഇന്നത്തോടെ പണി മതിയാക്കി പോകാം. നല്ല മര്യാദയ്ക്ക് പാചകം ചെയ്യാൻ അറിയുന്നവരെ ഞാൻ വെച്ചോളാം. അമ്മേ, ചിന്നുവിന്റെ കോളേജ് വരെ ചന്ദ്രാമെന്ന് പോയതിനാണോ അമ്മ കിടന്ന് വെറുതെ ബഹളം വെക്കുന്നത്? ആരാടാ ചിന്നു? അവളുടെ കാര്യത്തിന് പോകാനാണോ ഞാൻ ഇവളെയൊക്കെ? അമ്മേ, ഇത് കുറച്ച് കൂടുന്നുണ്ട്. മോനെ, സർ വേണ്ട. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് മതി ഇനി അവളുടെ കോളേജിൽ പോക്കൊക്കെ. ഈ വീട്ടിൽ ഒരു പെണ്ണുകൂടി വന്നു കയറാൻ പോവാ. അതിന്റെ ചിട്ടയും ഉത്തരവാദിത്വവുമൊക്കെ എല്ലാവരും കാണിക്കണം, പ്രത്യേകിച്ചും മഹി. പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ പ്രിപ്പയർ അല്ല. രമാദേവിയെ അനുസരിച്ച് നിന്നാ മതി. മക്കളും എന്റെ ഔദാര്യം പറ്റുന്ന വേലക്കാരികളുമൊക്കെ. പിന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ മോനങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. ഹ. ഇതല്ലേ കല്യാണിയുടെ സീറ്റ്? അതെ. അപ്പൊ ഇതാണല്ലേ അവള് പടവെട്ടി നേടിയ സീറ്റ്? അപ്പൊ ഈ സീറ്റ് പാവ അവൾക്ക് അങ്ങ് ഉറപ്പിച്ചു കൊടുക്കാം.